പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഞാൻ എവിടേക്ക് പോകുന്നു അങ്ങനെയുള്ളതും ഇന്നത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ എവിടെയൊക്കെ പോകുന്നുള്ളത് അങ്ങനെയുള്ള ഞാൻ കവർ ചെയ്യുന്ന കുറച്ച് കാഴ്ചകൾ മാത്രം എല്ലാവരും ഉൾപ്പെടുത്താൻ നോക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഞാൻ വണ്ടിയുടെ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പോകുന്ന വഴിക്ക് കണ്ടതാണ് നമ്മുടെ കുറുപുഴ. നമ്മൾ ഒരു വന്നായിരുന്നല്ലോ, പുതിയ പള്ളി നിർമ്മിച്ചിട്ട് പ്രവർത്തനം ആരംഭിച്ചത്. അതാണിത് കേട്ടോ, കുറുപുഴ ദേവാലയം. സൂത്രല്ലേ, സിബേരിക ദേവാലയം കുറുപുഴ. ഞാനിപ്പോൾ തെങ്കാശി റോഡിലാണ്. തെങ്കാശി റോഡിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നേരെ എനിക്ക് പോവേണ്ടത് തേവമ്പാറ, പച്ചമല. അങ്ങനെ ഞാൻ പച്ചമല പള്ളിയുടെ അടുത്തെത്തി കേട്ടോ. ഇതാണ് പച്ചമല പള്ളി, ക്രിസ്ത്യൻ പള്ളിയാണ്, നമ്മുടെ ലാറ്റിൻ പള്ളിയാണ്. പച്ചമല പള്ളിയുടെ അടുത്തെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ മഠത്തിലോട്ടാണ്. അപ്പം പോകുന്ന വഴിക്ക് എനിക്കൊരു ചായയും കൂടെ കുടിക്കണം. ഓക്കെ, ഒരു ചായ കുടിക്കണം. സ്കൂളിൻ്റെ ഗേറ്റ്. സ്കൂളിൻ്റെ മുറ്റം കണ്ടോ, അടിപൊളിയായിട്ട് എൻ്റെ ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സ്കൂളിൽ അവിടെ ഒരു മാതാവിൻ്റെ രൂപമൊക്കെ ചെയ്ത് ഞാൻ എൻ്റെ അടുത്തോട്ട് പോയി കാണിച്ചു തരാം മാതാവിൻ്റെ രൂപം. സ്കൂളിൽ കണ്ടോ, യേശു എല്ലാവരും അനുഗ്രഹിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. ഇതാണ് സ്കൂൾ. ഒരു കല്ലിൽ തീർത്തൊരു ചെറിയൊരു ഇരിപ്പിടം, അവിടെയാണ് നമ്മുടെ മാതാവിനെ ചെയ്തേക്കുന്നത്. നേരെ മാതാവിനെ കണ്ടിട്ട് വേണം നമ്മൾ സ്കൂളിലോട്ട് കയറുന്നത്. സൂപ്പർ ഒരു സ്കൂൾ തന്നെയാണ് കേട്ടോ. ഇതാണ് വഴി. ഇങ്ങനെ ഇറങ്ങിയതായി ഇവിടെ വരാം. ഞാനല്ലോ ക്രിസ്തുകിരൻ ഇംഗ്ലീഷ് മീഡിയം ആൻഡ് ബോർഡിംഗ് സ്കൂളാണ് കൂട്ടുകാരെ. അപ്പോൾ ഇതാണ് ഞാൻ ഓട്ടിക്കുന്ന വാഹനം കേട്ടോ. സ്കൂൾ ബസ്സാണ്, ക്രിസ്തുകിരൻ്റെ സ്കൂൾ ബസ്സാണ് കേട്ടോ. അപ്പം ഇന്ന് രാവിലെ എവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇപ്പോഴൊരു 7 മണിയായി. 7:30 എടുത്താൽ മതി. ഞാൻ നേരത്തെ ഇറങ്ങിയതാണ്. നിങ്ങൾക്ക് ഒരു വ്ളോഗ് ഇവിടെ നിന്നുള്ളത് ഇവിടെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എടുത്തതാണ് കേട്ടോ, വന്നതാണ്. അപ്പോഴും ഓക്കെ, അപ്പം നമുക്ക് ഇനി ഇവിടെ നിന്ന് ഇവിടുത്തെ വണ്ടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം യാത്ര തുടങ്ങണം. നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇവിടുത്തെ ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം ഇനി അടുത്തെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സ്വന്തം ആട്ടോ ഡ്യൂട്ടി. അപ്പോഴതിനി യൂണിഫോമൊക്കെ മാറിയിട്ട് വേണം ഇവിടെ നിന്ന് പോകാൻ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്ത ജോലിയിലേക്ക് പ്രവേശിച്ചു. ജോലിയായിട്ടല്ല, ഇന്ന് ചെറിയ തട്ടിക്കൂട്ട് കേസുകളൊക്കെ ഉള്ളൂ. എന്ന് പറയുമ്പം നിങ്ങളുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞായിരുന്നു നമ്മൾ വീടൊക്കെ മാറുന്നതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു തിരക്കെപ്പോഴും നിൽപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റാൻഡിലൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ചെറിയൊരു ഓട്ടം, നമ്മുടെ ചേട്ടൻ്റെ അവിടെ നിന്ന് ചെറിയൊരു ഓട്ടമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇനി അങ്ങോട്ട് വീട്ടിലോട്ട് പോകാൻ. നേരെ വീട്ടിലോട്ടാണ് പോകുന്നത് കേട്ടോ, അത് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ നമുക്ക് നേരെ ഇപ്പോൾ അടുത്ത ഓട്ടത്തിനോട്ട് പോകാം. അങ്ങനെ ഞാൻ ചേട്ടൻ്റെ വീട്ടിൽ എത്തി. അവിടെ ചേട്ടനെ കൊണ്ടുവന്ന് സ്കൂളിലാക്കണം. ഓക്കെ, എന്താണ് കൂട്ടുകാരെ, അങ്ങനെ ഞാൻ അനിയൻ്റെ വീട്ടിലെ സാധനങ്ങളെല്ലാം പറക്കി മാറ്റി. അനിയൻ അവരെയൊക്കെ വീട് മാറുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അവർ വീട്ടിലെ സാധനങ്ങളെല്ലാം പറക്കി മാറ്റിയതിന് ശേഷം ഇപ്പോൾ 12 മണിയായി. അപ്പം ഞാനിവിടെ ഇപ്പം നമ്മുടെ ക്രിസ്തുരൻ സ്കൂളിൽ അടുത്ത ട്രിപ്പ് എടുക്കാത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലൻസ് അവിടുത്തെ കേസുകൾ നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ഉച്ചയ്ക്കുള്ള ട്രിപ്പ് എന്താ വെച്ചാൽ സ്കൂള് എക്സാം നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് 12 മണി വരെ ക്ലാസ് ഉണ്ട്. അങ്ങനെ ഉച്ചയ്ക്കുള്ള ട്രിപ്പ് എടുക്കാനാണ് ഞാൻ ഇപ്പോൾ കയറിയിരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളിത് ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, നമ്മൾ ട്രിപ്പ് പോകുമ്പോഴത്തേക്കുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റത്തില്ല വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിൽ അലൗഡല്ല, ഇതിൽ നമ്മൾ ആഡ് ചെയ്യുന്നതല്ല. അപ്പോൾ ഇതേ കഴിഞ്ഞിട്ട് കാണാം. ഞാൻ എന്തായാലും ഇപ്പോഴ് ഓൺ ഡ്യൂട്ടി ക്രിസ്തുകിരൺ സ്കൂൾ
അപ്പോൾ അങ്ങനെ സ്കൂള് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ എല്ലാം കഴിഞ്ഞു. നമ്മൾ ഇന്നത്തെ ഡ്യൂട്ടി നമ്മളെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇനി വീട്ടിലോട്ട് പോകണം. വരുന്ന വഴിക്ക് തന്നെ ഒരാളൊരു ഓട്ടം വിളിച്ചേട്ടോ. അപ്പം ഞാൻ ആ ഓട്ട സ്ഥലത്ത് നിൽക്കുകയാണ്. ഒരു മഴയും പെയ്യുന്നുണ്ട്. ഇതാ മഴ പെയ്യുന്നുണ്ട്. അത് വേണ്ട, ചെറിയൊരു മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് വീട്ടിലോട്ട് പോകാൻ. കഴിച്ചിട്ടില്ല, കഴിക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതാ ഇത്ര സാധനങ്ങളേ ഉള്ളൂ നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഐറ്റംസ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതും കൂടെ ഇനി എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ആക്കിയാൽ നമ്മളെ ഇവിടുത്തെ ഏകദേശം എല്ലാ സാധനങ്ങളും കഴിയും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇളക്കി എടുക്കണം. ഇവിടെ ഇതൊക്കെ ഉള്ളൂ. ഓക്കെ, കുഴപ്പമില്ല, എല്ലാം കഴിഞ്ഞ്. അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്നുണ്ടെന്ന് ബാക്കി സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ചേട്ടനും കയറി, ജൂലിയുണ്ട്. ഇതൊക്കെ നമ്മളെ ഫാനൊക്കെ അകത്ത് ഉറക്കിയൊക്കെ എടുത്തതാണ്. അങ്ങനെ നമ്മുടെ മുട്ടക്കാവ് കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ നജീം ഹോട്ടലിൽ കയറാൻ പോവുകയാണ് കേട്ടോ. നജീം ഹോട്ടൽ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ കഴിക്കാൻ കയറുകയാണ്. നമ്മൾ ഇന്നത്തെ ആഹാരം നമ്മുടെ വീട്ടിൽ ആഹാരമൊന്നും വെച്ചിട്ടില്ല. അതുകൊണ്ട് ഇന്ന് നമ്മൾ നേരെ നജീബ് റെസ്റ്റോറൻറ്റ് ചുള്ളിമാനൂരിൽ കഴിക്കാൻ കയറി കേട്ടോ. വീട്ടിലൊരു വകയില്ല. അങ്ങനെ വോയിസ് ഓഫ് ചുള്ളിമാനൂർ എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ അവിടെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെന്നുണ്ട് ഉള്ളത് കൊണ്ടാണ് കയറിയത്. കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി, അത്യാവശ്യം ഒരു സാധനങ്ങളൊക്കെ വാങ്ങി ഇവിടെ നിന്ന് പോകും. വരുന്ന വഴിക്ക് കുറച്ച് മലക്കറി വാങ്ങി നേരെ പമ്പിൽ കയറി. എണ്ണ അടിക്കണമല്ലോ, അതുകൊണ്ട് നേരെ പമ്പിലും കയറി. പമ്പിൽ കയറി എണ്ണയൊക്കെ അടിച്ചതിന് ശേഷം നേരെ നമ്മൾ നമ്മൾ പിന്നെ നേരെ പോകുന്ന പായത്തുള്ള നമ്മൾ എടുത്ത ഒരു വീട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ വീട്ടിലേക്കാണ്. ആ വീട്ടിലെത്തി നേരെ നമ്മുടെ മീനൂട്ടിയാണ് മെഴുകുതിരിയായിട്ട് അകത്തോട്ട് കയറുന്നത്. വലത് കാല് വെച്ചൊക്കെ മീനൂട്ടി കയറുന്നത് കണ്ടല്ലോ. എങ്ങനെയുണ്ട് മീനൂട്ടി? വലത് കാലൊക്കെ വെച്ച് ഭയങ്കര ഇതായിട്ട് വളരെ സ്റ്റൈലായിട്ട് കയറിപ്പോയി. റൂമിൽ കയറുന്ന ഹാളിൻ്റെ സെൻറ്ററിൽ തന്നെ ഇത് തിരിയൊക്കെ വെച്ചതിന് ശേഷം അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് കേട്ടോ മീനൂട്ടി. അപ്പോൾ മീനൂട്ടി പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് നമ്മൾ കാണിച്ചു തരാം. നമ്മളെല്ലാവരും കൂടെയാണ് പ്രാർത്ഥിക്കുന്നത്. എന്നാലും മീനൂട്ടി പെട്ടെന്ന് ഇത് കൊണ്ട് വച്ചതിന് ശേഷം ഇരുന്നപ്പോഴത്തേക്ക് നമ്മൾ ഫോട്ടോയൊന്നും വെച്ചില്ല. നമ്മളിത് പെട്ടെന്ന് വന്ന് നമ്മൾ കയറിയതാണല്ലോ. അപ്പോൾ മീനൂട്ടി പ്രാർത്ഥിക്കാനിരുന്നു. കുഴപ്പമൊന്നുമില്ല. നമ്മുടെ പുതിയ വീട്ടിലേക്കുള്ള നമ്മുടെ പ്രവേശനം അങ്ങനെ ഈ രാത്രി എത്ര മണിയായി? 8 മണിയായി. നമ്മുടെ വാടക വീട് 8 മണി കഴിഞ്ഞപ്പോഴത്തേക്കാണ് പ്രവേശിച്ചത് കേട്ടോ. നമ്മളിവിടെ ഇതിനകത്ത് ഇന്ന് പാചകമൊന്നുമില്ല. നമ്മളെല്ലാം കഴിച്ചിട്ടൊക്കെയാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് പാചകമൊന്നും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എപ്പോഴും പറയുമ്പോൾ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ വീട്ടിലെ ഞങ്ങളുടെ പുതിയ വാടക വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.